ഹലോ ഗായ്സ്, ഇന്ന് ജൂൺ 3 മോളുടെ സ്കൂളിലെ പ്രവേശനോത്സവമാണ്. സ്കൂൾ തുറക്കുന്ന ദിവസം ഒരു മഴ, അതൊരു ഐശ്വര്യമാണ്. ചെറുതായിട്ടൊക്കെ സ്കൂൾ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. മൊത്തം എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് കയറി നിൽക്കുകയാണ് മഴ കാരണം. വരാന്തയിൽ നിറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. പാർക്കുള്ള സ്കൂളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പാർക്കുള്ള സ്കൂളിലെത്തിയപ്പോൾ പാർക്കടക്കം പൂട്ടിക്കിടക്കണം. എല്ലാവർക്കും ജൂൺ 1 തുറന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് 3 കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോരുത്തരെ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തുടങ്ങി. ഇത് കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഓരോരുത്തരെ ആ കുട്ടി ഇട്ടിട്ടില്ലേ അതേപോലത്തെയാണ് കളറിലാണ് യൂണിഫോം ഉള്ളത്. അടുത്ത് മോള് കയറിയിട്ടുണ്ട്. അവൾക്ക് ബലൂണും ഒരു ബൊക്കയും ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചാടിയിട്ടും ഒക്കെ ആയിട്ട്, പിന്നെ മിഠായി കൊടുക്കൽ, അങ്ങനത്തെ ചില കലാപരിപാടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഡോറിൽ കൂടെ പോയിട്ട് അവിടെ കൊണ്ടുപോയി സ്റ്റേജിൻ്റെ മുന്നിൽ ഇരുത്തുകയാണ് കുട്ടികളെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മോള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ മോൾ അവിടെ ഇരിക്കണം കണ്ടപ്പോൾ മോനും അവിടെ പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെയും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിഠായിയൊക്കെ വേറെ എക്സ്ട്രാ മേടിച്ച് അവന് കൊടുത്തിട്ടുണ്ട്. രണ്ടാളും കഴിക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ അവർക്കും പൊളിച്ചു കൊടുത്തു. എന്തായാലും ഇങ്ങനത്തെ പരിപാടി ഉഷാറായിട്ടുണ്ട്. കാരണം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് പ്രവേശനോത്സവമാണല്ലോ. അപ്പോൾ പ്രീ പ്രൈമറി കുട്ടികളെ ശ്രദ്ധിക്കുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരെയും സെപ്പറേറ്റ് നമുക്ക് ശ്രദ്ധിക്കാനും കാര്യങ്ങൾ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റും. മോളിപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് അവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കിട്ടിയപ്പോൾ മോനും ഗിഫ്റ്റ് വേണം പറഞ്ഞിട്ട് അവളുടെ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു. സെറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. കുട്ടികളെ ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോങ് വെച്ചിട്ട് ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അവർക്ക് ഹോർലിക്സ് ഒക്കെ കൊടുത്തു. എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ രക്ഷിതാക്കളും കുട്ടികൾക്കും ഒരേപോലെ ഹോർലിക്സ് ഒക്കെ കൊടുത്ത് ശേഷം ക്ലാസ്സിലേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവരെ. ക്ലാസ്സൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഇവളിപ്പോൾ LKG Aയിലാണ് ഇരിക്കുന്നത്. ഇതാണ് അവളുടെ ക്ലാസ്. അവളുടെ കുറേ ഫ്രണ്ട്സ്, അംഗനവാടി പഠിച്ച കുറേ ഫ്രണ്ട്സ് അവൾക്ക് കൂട്ടായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അധ്യാപകരെല്ലാവരും കൂടി ചേർന്നിട്ട് ഐസ്ക്രീം ഒക്കെ കൊടുക്കണം. ഈ മഴയത്ത്, അതായത് ഈ തണുപ്പുള്ള സമയത്ത് ഐസ്ക്രീം ശരീരത്തിന് നല്ലതല്ലെങ്കിലും പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി. പോരുന്ന സമയം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഗിഫ്റ്റൊക്കെ പൊളിച്ച് നോക്കി. പെൻസില്, കട്ടർ, കളർ പെൻസില്, കളറ്, ക്രയോൺസ്, സ്കെയില്, റബ്ബർ എന്നിവയൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഗംഭീരമായിട്ട് പ്രവേശനോത്സവം കഴിഞ്ഞു. നാളെ മുതൽ യുദ്ധം ആരംഭിക്കുകയായി. അപ്പോൾ ഇന്നേക്ക് അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട കൂട്ടാക്കണേ.